ശുഭാംശു ശുക്ലയും സംഘവും അല്പസമയത്തിനകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പേടകത്തിന്റെ ഡോക്കിംഗ് അല്പസമയത്തിനകം തുറക്കും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, രാജ്യം കാത്തിരിക്കുന്ന അഭിമാന നിമിഷത്തിലേക്ക് കടക്കാൻ ഇനി സ്വല്പസമയം മാത്രമല്ലേ? ശുഭാംശു ശുക്ലയും സംഘവും അല്പസമയത്തിനകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും. പേടകത്തിന്റെ ഡോക്കിംഗ് അല്പസമയത്തിനകം തുറക്കും. അജയ് സുധ ബിജു ചേരുന്നു. അജയ്, നമ്മൾ കാത്തിരിക്കുകയാണ്, ലോകം കാത്തിരിക്കുകയാണ് അഭിമാന നിമിഷത്തിനായി. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഡോക്കിംഗ് ഇന്ത്യൻ സമയം 4 മണിയോടെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ 4:31 കൂടി ഡോക്കിംഗ് നടക്കുമെന്നായിരുന്നു ഇന്ന് രാവിലെ വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് അത് കുറച്ചുകൂടി വേഗത്തിലാവുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഡ്രാഗൺ പേടകമുള്ളത്. ഇപ്പോൾ അതിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ Waypoint 2 എന്ന് പറയുന്ന ഒരു സുരക്ഷിത മേഖലയുണ്ട്. അതായത് ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ ചുറ്റളവിലുള്ള മേഖല ഒരു സുരക്ഷിത സോണായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടേക്ക് കടക്കുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളാണെങ്കിലും കൃത്യമായി വിജയകരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അവയെല്ലാം ഇപ്പോൾ പൂർത്തിയാക്കി ഈ സുരക്ഷിത മേഖലയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഡ്രാഗൺ പേടകം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ സുരക്ഷിത മേഖലയിലേക്ക്, അതായത് Waypoint 2 എന്നാണ് ഈ ശാസ്ത്രഭാഷയിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. Waypoint 0 വെച്ചായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നത്. അത് 400 മീറ്റർ അകലെ വെച്ച് മാത്രമായിരുന്നു ഈ Waypoint 0 വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത്. അതിനുശേഷം അത് Waypoint 1 വന്നു. ഇപ്പോൾ ഇത് Waypoint 1 നിന്ന് 2 കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ Waypoint 2 കടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഡോക്കിംഗ് പ്രക്രിയയിലേക്കുള്ള മറ്റു കാര്യങ്ങൾ നടക്കുക. ഇന്ത്യൻ സമയം കൃത്യം 4 മണിക്ക് ഡോക്കിംഗ് പ്രക്രിയ അത് പൂർണ്ണമാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ടൈം സ്പാൻ പറയുകയാണെങ്കിൽ 28 മണിക്കൂർ 50 മിനിറ്റ് നീണ്ടു നിന്ന ദീർഘമായ യാത്രയ്ക്കൊടുവിലാണ് ഇപ്പോൾ ചരിത്ര വിജയത്തിൻ്റെ അരികിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പോളണ്ട്, ഹംഗറി എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ കൂടി നമുക്കൊപ്പമുണ്ട്. ആ 2 രാജ്യങ്ങൾക്ക് കൂടി ഇത് നിർണായകമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാര്യം 41 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്ന എന്ന് പറയുന്ന ഒരു ചരിത്ര നേട്ടമുണ്ട്. ഇതിനു മുൻപേ രാകേഷ് ശർമ്മയായിരുന്നു 1984 ബഹിരാകാശത്തേക്ക് എത്തിയത്. അന്നൊരു റഷ്യൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു സ്വകാര്യ മിഷൻ്റെ ആക്സിയം സ്പേസ് എന്ന് പറയുന്ന സ്വകാര്യ ഒരു ഏജൻസിയുടെ അവരുടെ പേടകത്തിലാണ് ഇപ്പോൾ അവരുടെ ഒരു ദൗത്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്പേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേടകം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സുരക്ഷിതമായിട്ടുള്ള, നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള സുനിത വില്യംസിനെയൊക്കെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ അവിടെ ഡോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സുരക്ഷിതത്വത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ശുഭാംശു ശുക്ല ഇന്ന് രാവിലെ ഉൾപ്പെടെ ലൈവിൽ നമ്മളെ അഭിസംബോധന ചെയ്തിരുന്നു. നമസ്തേ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ തുടങ്ങിയത്. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചവിട്ടുപടി മാത്രമാണ്, പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ടും ശരിയാണ്. 41 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു പൗരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നു. അതുമാത്രമല്ല, ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന നേട്ടം കൂടി ശുഭാംശു ശുക്ലയെ തേടി എത്തുകയാണ്. അതിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഏതാണ്ട് 10 മിനിറ്റുകൾക്കുള്ളിൽ ഡോക്കിംഗ് നടക്കും. ഡോക്കിംഗ് പൂർണ്ണമാകും. ഡോക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞ് മറ്റ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 4 ബഹിരാകാശ സഞ്ചാരികളും അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും. ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 7 പേരാണ് ഉള്ളതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ 7 പേരും ഈ പുതിയ ബഹിരാകാശ സഞ്ചാരികളെ അവരെ സ്വീകരിക്കും അകത്തേക്ക്.
അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ അടുത്ത 14 ദിവസമാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്ഥിതി ചെയ്യാൻ പോകുന്നത്. 14 ദിവസമാണ് ഇപ്പോൾ ഏറ്റവും മിനിമം ടൈം കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് 23 ദിവസം വരെ ഈ ടൈം കൂടാനും സാധ്യതയുണ്ട്. 23 ദിവസങ്ങൾ വരെ വേണമെങ്കിൽ അവർക്ക് അതിനകത്ത് സമയം ചെലവഴിക്കാം. മൊത്തം 60 പരീക്ഷണങ്ങളാണ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ശുഭാംശു ശുക്ല 7ഓളം പരീക്ഷണങ്ങളാണ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പരീക്ഷണങ്ങളും അതുപോലെ ഇപ്പോൾ ഭാവിയിലത്തേക്കുള്ള ഗഗൻയാൻ മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരു ഉതകുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ അതെല്ലാമായിരിക്കും ശുഭാംശു ശുക്ല നേതൃത്വം നൽകുന്നത്. അതിനെ സംബന്ധിച്ച് മാത്രമല്ല മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡോക്കിംഗ് പ്രക്രിയ അതിന് നേതൃത്വം നൽകുന്നത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹമാണ് ഈ ഡ്രാഗൺ പേടകത്തിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ വിക്ഷേപിച്ച സമയത്തും അദ്ദേഹം തന്നെയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കാര്യം. 30 ദിവസത്തോളം നീണ്ടു നിന്ന ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ മെയ് 25-ാം തീയതി ആരംഭിച്ചതാണ് ഈ 4 പേരുടെയും ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്നത്. അന്ന് മെയ് 25-ാം തീയതി മുതൽ ഇന്ന് വരെ അവർ ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ തനിക്ക് ക്വാറന്റൈനിലിരുന്ന് എന്നാണ് ഇത് തനിക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയുക എന്നുള്ള ഒരു ആകാംക്ഷയും എല്ലാമായിട്ട് ഇരിക്കുകയായിരുന്നു. ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു തനിക്ക് എന്നാണ് ഇന്ന് അദ്ദേഹം രാവിലെ ഭൂമി അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മാത്രമല്ല തന്നെ പിന്തുണച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ മുമ്പ് സുനിത വില്യംസിൻ്റെ മിഷൻ എല്ലാം ഇപ്പോൾ കുറച്ചു കാലം മുമ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്. കാര്യം ബഹിരാകാശത്തെത്തുമ്പോൾ അവിടെയുള്ള ഭക്ഷണ രീതി, അവിടെയുള്ള ഇപ്പോൾ സ്പേസ് വാക്കിംഗ് ആണെങ്കിലും മറ്റു കാര്യങ്ങൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള പരിശീലനം നേടേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു കൊച്ചുകുട്ടിയെ പോലെ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശുഭാംശു ശുക്ല ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ യൂറോപ്പിന് മുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഭൂമി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എന്തായാലും ഡോക്കിംഗ് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കും. അതാണ് ഇനി അല്പസമയം, ഇപ്പോൾ സമയം 3:52 ആയിരിക്കുന്നു. നാളെ 1-ന് ഡോക്കിംഗ് ഉണ്ടാകും.